വയനാട് കേണിച്ചിറയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി വിതച്ച കടുവ ഒടുവിൽ കൂട്ടിലായി. വനംവകുപ്പിന്റെ ഡേറ്റാബേസിലുള്ള തോൽപ്പെട്ടി 17 എന്ന ആൺകടുവയാണ് കൂട്ടിലായത്. പ്രദേശത്തെ നിരവധി വളർത്തുമൃഗങ്ങളെ കടുവ പിടികൂടിയിരുന്നു. കടുവാഭീതി ഒഴിഞ്ഞതോടെ പ്രദേശവാസികൾ വലിയ ആശങ്കയ്ക്കാണ് അറുതിയായത്. 5 ദിവസത്തോളമായി കേണിച്ചിറയിലെ ജനവാസ മേഖലയിലിറങ്ങി നിരവധി വളർത്തുമൃഗങ്ങളെ പിടികൂടിയ കടുവ ഒടുവിൽ കൂട്ടിലായി. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടുകൂടി വനം വകുപ്പ് പള്ളിത്താഴത്തു സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. 10 വയസ്സുള്ള ആൺകടുവയുടെ മുൻവശത്തെ പല്ല് കൊഴിഞ്ഞിട്ടുണ്ട്. കൂട്ടിൽ കുടുങ്ങാതെ വനം വകുപ്പിനെ വട്ടം കറക്കിയ കടുവയെ നിരവധി തവണ നാട്ടുകാർ കണ്ടതോടെ വനം വകുപ്പിനെതിരെ റോഡ് ഉപരോധിക്കുന്ന രീതിയിലുള്ള പ്രതിഷേധവും ഉണ്ടായി. ഇപ്പോൾ നമ്മുടെ പരിസരത്ത് തന്നെ ഇപ്പോൾ അടുത്തടുത്തായിട്ട് ഒരു 5-8 മൃഗങ്ങളെയാണ് പിടിച്ചേക്കുന്നത്. ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ കൊണ്ടാണ് 4 മൃഗങ്ങളെ അടുത്തടുത്ത് പിടിച്ചേക്കുന്നത്. കുടുംബത്തിൽ വീട്ടിലുള്ളവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമായി ഇവിടെ വന്നത്. എന്തായാലും കടുവ കൂട്ടിലായതോടുകൂടി കുറച്ച് ആശ്വാസം, നമുക്ക് സമാധാനത്തോടെ പുറത്തിറങ്ങാമെന്നുള്ളൊരു വിശ്വാസമില്ല. പക്ഷേ ഇനി എന്ത് സംഭവിക്കുന്നുള്ളത് നാളെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. വേറെ ഉണ്ടോ എന്നുള്ളത് നമുക്കിപ്പോഴും ഒരു സംശയമാണ്. മയക്കുവെടി വെക്കാനായി ഉത്തരവിറങ്ങിയെങ്കിലും ദൌത്യത്തിനു മുൻപേ കടുവ കൂട്ടിലായതോടെ പ്രദേശവാസികളുടെ കടുവാഭീതി ഒഴിഞ്ഞു. താൽക്കാലികമായ ഒരു ആശ്വാസം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഈ പ്രദേശങ്ങൾ എപ്പോഴും തന്നെ വന്യമൃഗങ്ങൾ കടുവയായിട്ടും ആനയായിട്ടും ശല്യങ്ങളുള്ള ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരത്തിൽ പിടിക്കുന്ന കടുവകളെയൊക്കെ ഫോറസ്റ്റിലേക്ക് തുറന്നു വിടുമ്പോൾ SOP അനുസരിച്ച് റേഡിയോ കളർ ഉൾപ്പെടെ ഘടിപ്പിച്ച് തുറന്നു വിടുന്നതാണ്. പക്ഷേ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഇവിടുന്ന് പിടിക്കുന്നു, ചില നാമമാത്രം പരിശോധനകൾ നടത്തി തുറന്നു വിടുന്നു. കാരണം തൊട്ടടുത്ത സ്കൂളുകളും ധാരാളം സ്കൂളുകളൊക്കെ ഉള്ളതാണ്. അപ്പോൾ താൽക്കാലികമായ ഒരു ആശ്വാസം എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇത്രയും കൂട്ടിലാക്കാൻ വേണ്ടി സഹകരിച്ച ഉദ്യോഗസ്ഥർക്കൊക്കെ ഞങ്ങൾ നാട്ടുകാരുടെ പേരിലുള്ള പ്രത്യേക നന്ദി. കടുവയെ സുൽത്താൻ ബത്തേരി മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റി. വനം വകുപ്പ് വെറ്റിനറി സംഘത്തിന്റെ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷമായിരിക്കും കടുവയെ മറ്റെവിടേക്കെങ്കിലും മാറ്റുന്ന കാര്യത്തിൽ തീരുമാനമാവുക. നാളുകളായുള്ള കേണിച്ചിറ സ്വദേശികളുടെ ഭയവും ആശങ്കയുമാണ് കടുവ കൂട്ടിലായതോടുകൂടി ഒഴിഞ്ഞത്. ഏതായാലും കടുവയെ ഇപ്പോൾ സുൽത്താൻ ബത്തേരിയിലേക്ക് കടുവ പരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റുകയാണ്. കേണിച്ചിറക്കാർക്കിനി സമാധാനമായി ഉറങ്ങാം. വീഡിയോ ജേർണലിസ്റ്റ് ഇബ്രാഹിമിനോടൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.